ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എഡ്യൂ സ്കിൽസ് ഇന്റർനാഷണലിലേക്ക് സ്വാഗതം. പലരുടെ ആവശ്യപ്രകാരം പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് മലയാളത്തിൽ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ക്ലാസ്സുകൾ മലയാളത്തിൽ എടുക്കുകയാണ്. ഇന്നത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് റീഡിംഗ് പാർട്ട് എ. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി എഡ്യൂ സ്കിൽസ് ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു OET പ്രോഗ്രാമാണ്. OET, IELTS അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം തന്നെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ഇവിടെ പഠിപ്പിക്കുക. വളരെ സ്നേഹത്തോടെ OETയെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തുക എന്ന തത്വത്തോടു കൂടി OET എങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കാമെന്നാണ് നമ്മൾ ഇവിടെ പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ എൻജോയ് ചെയ്ത് പഠിക്കാവുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ് OET ടെസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് മാത്രം ഇതിനെ കാണാതെ ജീവിതത്തിന് വേണ്ടി പഠിക്കുക. കാരണം നിങ്ങളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത് നമ്മളൊരു പുതിയ ബാച്ചിന്റെ സെഗ്മെന്റ്സ് ആണ് തുടങ്ങുന്നത്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഇത് 4ാമത്തെ സെഷനാണ്. എന്ന് പറഞ്ഞാൽ OETയിൽ 4 സബ് ടെസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റീഡിംഗ്, ലിസണിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. റീഡിംഗ് സബ് ടെസ്റ്റിൽ 3 സെഗ്മെന്റ്സ് ആണുള്ളത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. അതിനകത്തെ പാർട്ട് എ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിനകം എങ്ങനെ എ പാർട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ എ പാർട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് റീഡിംഗ് പാർട്ട് എ. പേഷ്യൻസ് ഈസ് ദ കീ ടു സക്സസ്. ക്ഷമയോടുകൂടി ശാന്തമായിട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് സക്സസിന് ഉള്ള കീ എന്ന് പറയുന്നത്. ക്ഷമ ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ക്ഷമ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ശാന്തമായിട്ട് തിരക്കടിക്കാതെ എൻജോയ് ചെയ്ത് പഠിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ പേഷ്യൻസ് ഈസ് ദ കീ ടു സക്സസ് എന്ന് ഓർത്ത് വെക്കുക. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് പേഷ്യൻസ് എന്നത് നിങ്ങൾ നോട്ട്ബുക്കിന്റെ മുകളിൽ വലുതായിട്ടൊന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്റ്റഡി ടേബിളിന്റെ മുമ്പിൽ പേഷ്യൻസ് എന്ന വാക്ക് വളരെ വലുതായിട്ട് അണ്ടർലൈൻ ചെയ്ത് സ്കെച്ച് പെനിലും എല്ലാം എഴുതി വെക്കുക. അപ്പം OET 2.0 ഓക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് സബ് ടെസ്റ്റ് റീഡിംഗ് പാർട്ട് എ ആണ് ഇന്ന് നമ്മുടെ പരിഗണനയിലുള്ളത്. എ പാർട്ടിൽ നിങ്ങൾക്ക് അറിയാം 4 ടെക്സ്റ്റുകളാണുള്ളത്. A to D. എ പാർട്ടിൽ നിങ്ങൾക്ക് അറിയാം 4 ടെക്സ്റ്റുകളാണുള്ളത്. ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി, ടെക്സ്റ്റ് ഡി. പക്ഷെ ഈ 4 ടെക്സ്റ്റുകളിലും ഒരു തീമേ ഉണ്ടാവുകയുള്ളൂ. ഒരേ വിഷയത്തെക്കുറിച്ചായിരിക്കും, ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ചായിരിക്കും അവിടെ പ്രതിപാദിക്കുക. ഇന്ന് നമ്മൾ എടുക്കുന്നത് ടെക്സ്റ്റ് എയിൽ ഡയാബറ്റിസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് അതിന്റെ ഹെഡിങ്. ടെക്സ്റ്റ് ബിയിൽ ക്ലിനിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ടെക്സ്റ്റ് സിയിൽ മാനേജിങ് ദ ഡയബറ്റിസ്, ടെക്സ്റ്റ് ഡിയിൽ മോണിറ്ററിങ് എ പേഴ്സൺ. അപ്പൊ ഈ 4 ടെക്സ്റ്റുകളാണ് നമുക്കുള്ളത്. ഇത് 4ഉം ഒരു സീക്വൻസിലാണ് വരുന്നത്. അതായത് ടെക്സ്റ്റ് എയിൽ ഡയബറ്റീസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും അതിന്റെ ടൈപ്സിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. ടെക്സ്റ്റ് ബിയിൽ അതിന്റെ ക്ലിനിക്കൽ അസസ്മെന്റ്, ഡയഗ്നോസിസിനെ കുറിച്ച് പറയുന്നു. ടെക്സ്റ്റ് സിയിൽ ഡയബറ്റീസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നു. ടെക്സ്റ്റ് ഡിയിൽ ഡയബറ്റീസ് ഉള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ്, ഒരു വ്യക്തിയെ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അപ്പം ഈ 4 ടെക്സ്റ്റുകളും ഒരു തീമാണെന്ന് മനസ്സിലാക്കുക. അതിനൊരു സീക്വൻസ് ഉണ്ട്, ഒരു ഫ്ലോയിലാണ് അത് പോകുന്നത്. ആ ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കണം. ABCD എന്ന് പറയുന്നത് ഒരു സീക്വൻസിലാണ്, ഒരു ലോജിക്കൽ ഡെവലപ്മെന്റ് അതിനകത്തുണ്ട്. ഇവിടെ ടെക്സ്റ്റ് A to D ആണ്. ആദ്യത്തേത് ഡെഫിനേഷൻ, ഡിസ്ക്രിപ്ഷൻ, ടൈപ്സ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ 2ാമത്തെ ക്ലിനിക്കൽ അസസ്മെന്റ്, ഡയഗ്നോസിസ്. 3ാമത്തെ ടെക്സ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നു. 4ാമത്തെ ടെക്സ്റ്റ് മോണിറ്ററിംഗ് എന്ന വിഷയത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനിയിപ്പോ റീഡിംഗ് പാർട്ട് എയിൽ 20 ചോദ്യങ്ങളാണുള്ളത്. 15 മിനിറ്റ് സമയമാണുള്ളത് നമുക്കറിയാം. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതിനുള്ള സ്ട്രാറ്റജീസ്, ടിപ്സ് ഒക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് സമയം തന്നെയാണ്. ആ സമയത്തെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാൻ പഠിക്കണം. ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു എക്സ്പീഡിഷ്യസ് ഫാസ്റ്റ് റീഡിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. സ്കിം ചെയ്ത് പോവുക എന്നുള്ളതാണ്. ആ സ്കിമ്മിങ് സ്ട്രാറ്റജിയും നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. നമ്മളിപ്പോൾ എന്ത് സ്കോറാണ് നമുക്ക് വേണ്ടത്? ഗ്രേഡ് അല്ലെങ്കിൽ ബാൻഡ് സ്കോർ അല്ലെങ്കിൽ ന്യൂമെറിക്കൽ സ്കോർ എന്താണ്? നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് 450 to 500 ആണ്. ഒരിക്കലും നമ്മൾ 350 ടാർഗറ്റ് ചെയ്യരുത്. 350 ടാർഗറ്റ് ചെയ്യുന്നവർക്കെല്ലാം സൈക്കോളജിക്കലി ഒരു പ്രശ്നമുണ്ട്. അവർ 340, 330, 320 സ്കോർ ചെയ്ത് നിൽക്കും. കാരണം അവർക്കൊരു 30 കിട്ടുമ്പോഴത്തേനും അവരുടെ മനസ്സ് പറയും, കുഴപ്പമില്ല, എനിക്ക് കോമ്പറ്റന്റ് ആയി, ഞാൻ പാസ്സാകും എന്ന് പറഞ്ഞു പോകും. പക്ഷെ എക്സാമിന്റെ ടെൻഷൻ ഒക്കെ കൂടെ വരുമ്പോൾ ഒരിക്കലും അവർക്കത് കിട്ടുകയില്ല. അതുകൊണ്ട് എപ്പോഴും ഈ ഗ്രേഡ് എ ടാർഗറ്റ് ചെയ്യുക. ഗ്രേഡ് എ കിട്ടണമെങ്കിൽ നമ്മൾ 20ൽ 18 കിട്ടിയാൽ മതി. പക്ഷെ നമ്മൾ എപ്പോഴും ലക്ഷ്യം 20ൽ 20 വാങ്ങുക എന്നുള്ളതാണ്. എ പാർട്ടിൽ 20 വാങ്ങി കഴിഞ്ഞാൽ ബിയിലോ സിയിലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ് ആയാൽ പോലും
നമുക്ക് തീർച്ചയായിട്ടും നല്ല സ്കോറോട് കൂടി പാസ്സാകാനായിട്ട് സാധിക്കും. റീഡിംഗ് പാർട്ട് എ ഇൻ 10 മിനിറ്റ്സ്, 10 മിനിറ്റ് കൊണ്ട് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഈ റീഡിംഗ് പാർട്ടിൽ നമുക്ക് ഏതാനും സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് നമുക്കൊന്ന് മനസ്സിലാക്കണം. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ വ്യക്തതയോടുകൂടി വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലേണിംഗ് ജേർണി. അതായത് സ്റ്റെപ്പ് 1 റീഡിംഗ് പാർട്ട് എയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ ആദ്യം മെറ്റീരിയൽ എടുത്തു കഴിയുമ്പോൾ, റീഡിംഗ് പാർട്ട് എ ചെയ്യാനായിട്ട് മെറ്റീരിയൽ എടുത്തു കഴിയുമ്പോൾ അതിന്റെ 4 ഹെഡിങ്സ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്ന പോലെ 4 ടെക്സ്റ്റിന് 4 ഹെഡിങ്സ് ഉണ്ടാകും. ആ ഹെഡിങ്സ് ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ആ ഹെഡിങ്സ് പ്രകാരം ആ ടെക്സ്റ്റിൽ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? മാനേജ്മെന്റോ ഡയഗ്നോസിസോ മോണിറ്ററിംഗ് എന്തും ആകട്ടെ, അതിനെക്കുറിച്ച് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുക എന്തായിരിക്കും അതിൽ വരുന്നതെന്ന്. ഒരു പക്ഷേ ഹെഡിങ് ഇല്ലാത്ത ഒരു പാസേജ് ഉണ്ടെങ്കിൽ ആദ്യത്തെ സെന്റൻസ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ തന്നെ ഒരു വാക്കിലോ ഒരു ഫ്രേസിലോ ഒരു ഹെഡിങ് ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക നമ്മുടേതായ. ഈ ഹെഡിങ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു ഉപാധിയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യം വാക്കായിരിക്കണം, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിമ്മിങ് ദ ടെക്സ്റ്റ്. അത് നിങ്ങളെ വിശദമായിട്ട് പിന്നീട് ഞാൻ പഠിപ്പിക്കും. സ്കിം ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കണ്ണ് ഓടിച്ചു പോവുക. ആ സ്കിം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണേണ്ടത് എന്ന് വ്യക്തമായിട്ട് വരും നിമിഷങ്ങളിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ഹെഡ്ജിങ് വേർഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ ആൻഡ് മാച്ച് വിത്ത് ദ ടെക്സ്റ്റ്. ഹെഡ്ജിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ കീവേഡ്സ്, പ്രധാനപ്പെട്ട വാക്കുകൾ. ചോദ്യം എടുക്കുക. അതായത് നമ്മൾ ടെക്സ്റ്റിൽ ആദ്യം വന്നു, അത് കഴിഞ്ഞ് ചോദ്യത്തിലേക്ക് പോകുന്നു. ടെക്സ്റ്റ് ഒന്ന് സ്കിം ചെയ്ത് കഴിഞ്ഞ് ഓടിച്ച് വായിച്ചു കഴിഞ്ഞ് നമ്മൾ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്സിലുള്ള ഹെഡ്ജിങ് വേർഡ്സ് കണ്ടുപിടിക്കുക. ഹെഡ്ജിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ കീവേഡ്സ് ആണ്. ആ കീവേഡ്സ് ഏത് ടെക്സ്റ്റിലാണ് വരാൻ സാധ്യത എന്ന് ചിന്തിക്കുക, അതുമായിട്ട് മാച്ച് ചെയ്യുക. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ദി ആൻസേഴ്സ് ഇൻ ദ ടെക്സ്റ്റ്. ടെക്സ്റ്റ് എയിലാണോ ബിയിലാണോ സിയിലാണോ ഡിയിലാണോ എന്ന് നമ്മൾ പെട്ടെന്ന് കീവേഡ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ പെട്ടെന്ന് ആ ടെക്സ്റ്റിലേക്ക് പോയി ആൻസർ ലൊക്കേറ്റ് ചെയ്യുക. നമ്മുടെ ടെക്സ്റ്റും ആൻസർ ബുക്കിലെറ്റും സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് അത് എക്സാമിൽ നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് കണ്ണുപിടിച്ച് ഉത്തരം എവിടെ ഉണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നതെന്നും നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ ദ ആൻസർ ബുക്ക്ലെറ്റ്. ആൻസർ ബുക്ക്ലെറ്റിൽ വ്യക്തതയോടുകൂടി നിങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ആറാമത്തെ സ്റ്റെപ്പ് പ്രൂഫ് റീഡിങ് യുവർ ആൻസേഴ്സ്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ ആ ആൻസർ റോങ് ആയിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് പ്രൂഫ് റീഡ് ചെയ്യണം. ഓരോ വാക്കും കൃത്യമായിട്ട് വായിക്കണം. അതിനുള്ള ഇഷ്ടം പോലെ സമയം ഉണ്ടാകും. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന 15 മിനിറ്റ് ഉണ്ട്. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 12 മിനിറ്റിനുള്ളിൽ നമ്മൾ തീർത്തിരിക്കും. പിന്നെയും നമ്മൾ 2-3 മിനിറ്റ് എങ്കിലും ഉറപ്പായിട്ടും ബാക്കി ഉണ്ടാകും പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട്. അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ന് ഓർക്കുക. അപ്പം റീഡിംഗ് പാർട്ട് സ്റ്റെപ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മെറ്റീരിയൽ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ 4 ടെക്സ്റ്റിന്റെ ഹെഡിങ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ആ ഹെഡിങ്ങും പ്രകാരം ആ ടെക്സ്റ്റിൽ എന്താണ് ഉണ്ടാകാൻ സാധ്യത, എന്ത് കാര്യമാണ് പറഞ്ഞിരിക്കാൻ സാധ്യത, അതുപോലെ തന്നെ ഈ 4 ടെക്സ്റ്റ് ഹെഡിങ്സും തമ്മിലുള്ള ബന്ധം, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ഡൗൺ ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഇത് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലോ പേപ്പറിലോ ഇത് വ്യക്തമായിട്ട് എഴുതി വെക്കണം. എഴുതി വെക്കുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഓരോ ടെക്സ്റ്റിന്റെയും ഓരോ പേജിന്റെയും ഒരു മൂലയ്ക്കായിട്ട് ചെറിയ അക്ഷരത്തിൽ ചെറുതായിട്ട് ഇത് കാണാവുന്ന പോലെ എഴുതി വെക്കണം. ഉദാഹരണത്തിന് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കാം: ടെക്സ്റ്റ് എയിൽ ഡിസ്ക്രിപ്ഷൻ, ടെക്സ്റ്റ് ബിയിൽ ഡയഗ്നോസിസ്, ടെക്സ്റ്റ് സിയിൽ ട്രീറ്റ്മെന്റ്, ടെക്സ്റ്റ് ഡിയിൽ പ്രിവെൻഷൻ. അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു സീക്വൻസിൽ, റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓർഡറിലുള്ള ഹെഡിങ്സ് ആകും നമുക്കുണ്ടാവുക. അപ്പൊ അത് എഴുതി വെക്കുക. 2, അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ആൻഡ് സീക്വൻസ് എമംഗ് ദ 4 ടെക്സ്റ്റ് ഹെഡിങ്സ്. ഈ 4 ഹെഡിങ്ങുകൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക. ഈ 4 ടെക്സ്റ്റുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് എന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിമ്മിങ് ആണ്. സ്റ്റെപ്പ് 2 സ്കിമ്മിങ്. സ്കിമ്മിങ് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോക്കസ് ഓഫ് ഈച്ച് ടെക്സ്റ്റ്. സ്കിം ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മളത് ചെയ്തു, എന്നാലും നമ്മൾ പറയുന്നത് സ്കിം ചെയ്യുമ്പോൾ 4 ടെക്സ്റ്റിന്റെ ഹെഡിങ് ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഹെഡിങ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്ഷൻ ഹെഡിങ്ങോ സബ് ഹെഡിങ്സോ ഉണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ ഏതെങ്കിലും പേരുകൾ, നെയിംസ്, ഡിവൈസിന്റെ ആകാം, ഡിസീസിന്റെ ആകാം, ടാബ്ലറ്റിന്റെ, മെഡിക്കേഷന്റെ ആകാം, എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്പറുകൾ അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്യുക. സീക്വൻഷ്യൽ എക്സ്പ്രഷൻസ്,
സീക്വൻഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അല്ലെങ്കിൽ നാദർ, സബ്സെക്വന്റ്ലി, അങ്ങനെയുള്ള സീക്വൻഷ്യൽ എക്സ്പ്രഷൻസ് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കും. അത് കാണുക. അതുപോലെ തന്നെ ടൈം എക്സ്പ്രഷൻസ്, വെരി ഓഫൻ, ഫ്രീക്വന്റ്ലി, ത്രൈസ് എ ഡേ, ഡോസേജിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ മരുന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ, മെഡിക്കേഷന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള ടൈം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ്, 1 month അല്ലെങ്കിൽ 3 months, അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്കെയിൽ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ സ്കെയിൽ എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കും. സ്കെയിൽ എന്ന് പറയുമ്പോൾ ഓൾ, മോസ്റ്റ്, മെജോറിറ്റി, മെനി, സം, ഫ്യൂ, അങ്ങനെയുള്ള എക്സ്പ്രഷൻസ്. ഓൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരും 100%. അതേസമയം മോസ്റ്റ് ഓഫ് ദം എന്ന് പറയുമ്പോൾ 80%, 85%, 90%, 95% മെജോറിറ്റി എന്ന് പറയുമ്പോൾ 50% മുകളിൽ എന്തുവാകാം. അതേസമയം അതിന് താഴെ മൈനോറിറ്റി എന്ന് പറയാം 50% താഴെ ആകാം. അല്ലെങ്കിൽ ഫ്യൂ എന്ന് പറയും, ആ ഫ്യൂ എന്ന് പറയും. ആ ഫ്യൂ എന്ന് പറഞ്ഞാൽ സം, അല്ലെങ്കിൽ കുറച്ച്. അതിന് താഴെ ഫ്യൂ, അതായത് ആർട്ടിക്കിൾ ഇല്ലാണ്ട് ഫ്യൂ, FEW, ഫ്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്, നെഗറ്റീവ് എക്സ്പ്രഷൻ ആണ്. അപ്പം ആരുമില്ല എന്നുള്ളത് പറയുമ്പോൾ, അല്ലെങ്കിൽ ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ വെൽ. ലിറ്റിൽ വാട്ടർ ഇൻ ദ വെൽ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമില്ല. ദർ ഇസ് ആ ലിറ്റിൽ വാട്ടർ ഇൻ ദ വെൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമുണ്ടെന്ന. അപ്പൊ ഇതിനാണ് സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, ബോയിൽഡ് വാട്ടർ, ഹോട്ട് വാട്ടർ, വാം വാട്ടർ, കോൾഡ് വാട്ടർ, ഐസ്, അങ്ങനെയുള്ള ആ സീക്വൻസ്. അതിനകത്ത് എക്സ്ട്രീം ഓപ്ഷൻസ് പിന്നീട് നിങ്ങൾ പഠിപ്പിക്കുക. എലിമിനേഷന് ഓൾ, ഫ്യൂ, ഇത് 2 എക്സ്ട്രീമാണ്. എല്ലാവരും, ആരുമില്ല എന്ന് പറയുന്നത്, നെവർ എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ തന്നെ ബോയിൽഡും ഇങ്ങോട്ട് വരുമ്പോൾ ഐസ്, അങ്ങനെയുള്ള എക്സ്ട്രീം എക്സ്പ്രഷൻസ് നമ്മുടെ ആൻസർ ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ അതിനാൽ തന്നെ ആൻസർ ഓപ്ഷൻ തെറ്റാണെന്ന് ഒരു എലിമിനേഷൻ മെത്തഡ് ഉണ്ട്. അത് നിങ്ങളെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചാനലിൽ എലിമിനേഷൻ മെത്തഡ് എന്ന് പറഞ്ഞ് തന്നെ 7 രീതിയിൽ എങ്ങനെ തെറ്റായ ആൻസേഴ്സ് നമുക്ക് എളുപ്പം എലിമിനേറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സെഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നീട് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് ഉള്ളിടത്ത് ആൻസർ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് എക്സ്പ്രഷൻസ്, നോട്ട് ഓൾ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൾ എന്നുള്ളത് അബ്സല്യൂട്ട് ആണെങ്കിലും നോട്ട് ഓൾ എന്ന് വന്നു കഴിഞ്ഞാൽ അത് സം എന്നുള്ള അർത്ഥം വരും. അപ്പോൾ അത് അബ്സല്യൂട്ട് അല്ല. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവും അവർ അസസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് നമുക്കറിയാം, ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് നമുക്കറിയാം. ഹെഡിങ്ങിൽ ഡയബറ്റീസ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡയബറ്റീസ് ഈസ് ദ നെയിം ഗിവൻ ടു എ ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് ഡയബറ്റീസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയോ ഡിസ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ടൈപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രീ ഡയബറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിന് ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ് എന്ന് കൊടുക്കാം. ഡയബറ്റീസ് എന്ന പേര് കിടക്കുന്ന, പക്ഷെ നമുക്ക് ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ് എന്ന് വേണമെങ്കിൽ, ടൈപ്സ് അവിടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 4 ടൈപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2 ടൈപ്സും, അതുപോലെ തന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസും പ്രീ ഡയബറ്റീസും അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുള്ളത് കൊണ്ടും ആദ്യത്തെ പാരഗ്രാഫ് ഒരു ഡെഫിനേഷൻ ആയതോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഹെഡിങ് കൊടുക്കുന്നത് കേട്ടോ, നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ടെക്സ്റ്റ് വരുമ്പോൾ ക്ലിനിക്കൽ അസസ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നമുക്കറിയാം ക്ലിനിക്കൽ അസസ്മെന്റിൽ സിംറ്റംസിനെ കുറിച്ച് ആദ്യം പറയുന്നുണ്ട്. സിംറ്റംസിന്റെ ഒരു ലിസ്റ്റ് തന്നെ 1 തൊട്ട് 7 വരെ 7 സിംറ്റംസിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു സിംറ്റം, ഡയബറ്റീസിന്റെ സിംറ്റത്തെ കുറിച്ച് ചോദ്യം വന്നാൽ അന്നേരം നിങ്ങൾ പെട്ടെന്ന് നമ്മൾ ഈ ഭാഗത്ത് വന്ന് ശ്രദ്ധിച്ചാൽ മതിയോ, വേറെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചെക്ക് ചെയ്യണം, എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പേരോ എബ്രീവിയേഷനോ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കേട്ടോ. അവിടെ കാപ്പിലറി ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ്, അതിന്റെ എബ്രീവിയേഷനും കൊടുത്തിട്ടുണ്ട്. പേരും എബ്രീവിയേഷനും എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. അവിടെ സാധാരണയായിട്ട് ഉത്തരം കാണാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ടു കൺഫേം ഡയഗ്നോസിസ്, മറ്റ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ്, അവിടെ നമ്പറും അല്ലെങ്കിൽ ഡോസേജും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അബ്രീവിയേഷൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ടെക്സ്റ്റ് സി വരുന്ന മാനേജിങ് ഡയബറ്റീസ് ആണ്. എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത്, മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം മാനേജ്മെന്റിൽ ഓറൽ മെഡിക്കേഷൻ ഉണ്ട്, ഇൻസുലിൻ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള മെഡിക്കേഷനിലൂടെയാണല്ലോ. അതുപോലെ തന്നെ എക്സസൈസ് റിജീം, അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടെ മാനേജ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം CBGT അങ്ങനെയുള്ള ടെസ്റ്റുകളുടെ കാര്യം പറയുന്നുണ്ട്. മാനേജ് ചെയ്യാനുള്ള എക്വിപ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പേര് ഇൻസുലിൻ പമ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതൊരു പേരാണ്. അതുപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ ഭാഗം മുഴുവൻ മെഡിക്കേഷനെ കുറിച്ച് ഓറലും ഇൻസുലിനും പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യം വന്നാൽ നമ്മൾ ഇവിടെ ഈ അവസാന ഭാഗത്ത് മാത്രം നോക്കിയാൽ മതി, അല്ലെ? അപ്പം ഓറൽ മെഡിക്കേഷനെ കുറിച്ച് ഇൻസുലിനെ കുറിച്ച് വരുന്നെങ്കിൽ മുകളിലത്തെ ആദ്യത്തെ ഭാഗത്ത്
നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി മോണിറ്ററിംഗ് ആണ്. ടെക്സ്റ്റ് ഡി, മോണിറ്ററിംഗ് എ പേഴ്സൺ. എങ്ങനെയാണ് ഡയബറ്റീസ് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആനുവൽ ആയിട്ടുള്ള ഐ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ നമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈം എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ, ആനുവൽ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം ടൈം എക്സ്പ്രഷൻസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. 3 മന്ത്ലി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻകറേജ് അപ്പോയിന്റ്മെന്റ്സ് വിത്ത് ദയർ ഡോക്ടർ ഇഫ് ദേ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഡോക്ടർമാരെ വീണ്ടും കാണേണ്ടത്, പോകേണ്ടത്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ 4-5 കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നു. അതിൽ ഒന്ന് തീർച്ചയായിട്ടും ഉത്തരമായിട്ട് അല്ലെങ്കിൽ ചോദ്യമായിട്ട് വരാവുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് ഇതിനാണ് സ്കിമ്മിങ് എന്ന് പറയുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വായിച്ചു പോവുക. അപ്പൊ സ്റ്റെപ്പ് 3ലേക്ക് വരുമ്പം ഐഡന്റിഫൈ ദ ഹെഡ്ജിങ് വേർഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് മാച്ച് വിത്ത് ദ ടെക്സ്റ്റ്. അതായത് ക്വസ്റ്റ്യൻസിലെ ഹെഡ്ജിങ് വേർഡ്സ്, കീ വേർഡ്സ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അത് ഏത് ടെക്സ്റ്റിലാകാം, 4 ടെക്സ്റ്റ് ഞാൻ പറഞ്ഞാൽ അതിൽ ഏതിലാകാം വരാവുന്നതെന്ന് നോക്കുക. അപ്പൊ ടെക്സ്റ്റിന്റെ 4 ഹെഡിങ്സ് അതുകൊണ്ടാണ് പറഞ്ഞ എല്ലാ പേജിന്റെയും മുകളിൽ നമ്മൾ എഴുതി വെക്കണം. അപ്പൊ അത് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന പോലെ ആ ഒരു കോർണറിൽ അത് എഴുതി വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാകും. അപ്പൊ ഇതാണ് ആദ്യത്തെ ഇതാണ് 1 തൊട്ട് 7 വരെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് ആനുവൽ ഐ സ്ക്രീനിങ് എന്നാണ് ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം 1 തൊട്ട് 7 വരെ ഏത് ടെക്സ്റ്റിലാണ് ഈ ഇൻഫർമേഷൻ ഉള്ളത് എന്ന് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. മാച്ച് ദ ടെക്സ്റ്റ് എന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. അതായത് എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ നമ്മൾ എഴുതിയാൽ മതി. ഈ പറഞ്ഞ 1 തൊട്ട് 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് അത് ഏത് ടെക്സ്റ്റിലാണ് വന്നതെന്ന് നമ്മൾ എഴുതിയാൽ മാത്രം മതി. ഉദാഹരണത്തിന് ആനുവൽ ഐ സ്ക്രീനിങ് എവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ്, ദ കണ്ടീഷൻ ദാറ്റ് പ്രിസീഡ്സ് ഡയബറ്റീസ്, പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ ദി അക്സെപ്റ്റബിൾ റീഡിങ്സ് ഫോർ എ പേഴ്സൺസ് HbA1c. നമ്മൾ എപ്പോഴാണ് HbA1c നോക്കുന്നത്? ഡെഫിനിഷനിൽ അത് വരാൻ സാധ്യതയുണ്ടോ, ക്ലിനിക്കൽ അസസ്മെന്റ് വരാൻ സാധ്യതയുണ്ടോ, അതേ മാനേജ്മെന്റിന്റെ സമയത്താണോ 3 മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ മോണിറ്ററിന്റെ സമയത്താണോ 3 മാസത്തിലൊരിക്കൽ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൗ ഇൻസുലിൻ റീപ്ലേസ്മെന്റ് ഈസ് അഡ്മിനിസ്ട്രേഡ്, എപ്പോഴാണ് ഇൻസുലിൻ റീപ്ലേസ്മെന്റ് വരിക, അത് എവിടെയാ ഡെഫിനേഷനിൽ ടൈപ്പിസിൽ വരുമോ, ക്ലിനിക്കൽ അസസ്മെന്റിൽ വരുമോ, മാനേജ്മെന്റിൽ വരുമോ, മോണിറ്ററിംഗിൽ വരുമോ? നമ്മുടെ സാധാരണ അറിവിൽ നിന്ന് തന്നെ നമുക്കറിയാം അത് എവിടെയാണ് വരാൻ സാധ്യതയെന്ന്, അല്ലേ? അപ്പം ദ ഹാബിറ്റ്സ് നീഡഡ് ഫോർ ഗുഡ് ഡയബറ്റിസ് മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റ് എന്ന് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സീൻ അവിടെ സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചാൽ മതി. അതുപോലെ തന്നെ ദ മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് ഓഫ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, നമ്മൾ ടൈപ്സ് കണ്ടു ആദ്യത്തെ ടെക്സ്റ്റ് എയിൽ ഇമീഡിയറ്റ്ലി അവിടെ എഴുതാം. ദ ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് എ പേഴ്സൺ മൈറ്റ് ബി ഡയബറ്റിക്, ഇൻഡിക്കേറ്റേഴ്സ്, സിംറ്റംസിനെ കുറിച്ച് നമ്മളൊരു ടെക്സ്റ്റിൽ കണ്ടു. അപ്പൊ പെട്ടെന്ന് അതിലേക്ക് നോക്കിയിട്ട് ആ ടെക്സ്റ്റിന്റെ നമ്പർ അവിടെ എഴുതിയാൽ മതി. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് നമ്മൾ ആൻസർ ബുക്ക്ലെറ്റിൽ എഴുതിയാൽ മതി. ആനുവൽ ഐ സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത് മോണിറ്ററിംഗിലാണ് വരുന്നത്, അല്ലെ? വാർഷികം, ഓരോ വർഷത്തിലും നമ്മൾ ഐ സ്ക്രീൻ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മോണിറ്ററിംഗ് ആണ്. ഓരോ വർഷത്തിൽ എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളത്, മോണിറ്റർ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ദ കണ്ടീഷൻ ദാറ്റ് പ്രിസീഡ്സ് ഡയബറ്റീസ്, പ്രീ ഡയബറ്റീസ് എന്നുള്ളത് ടൈപ്സിൽ നമ്മൾ കണ്ട ആദ്യത്തെ ടെക്സ്റ്റിൽ എയിൽ കണ്ടു. അതുപോലെ തന്നെ HbA1c, അത് നമുക്കറിയാം എപ്പോഴാണ്, മോണിറ്ററിംഗിലാണ്. നമ്മൾ 3 മാസം കൂടുമ്പോൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HbA1c നോക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇൻസുലിൻ റീപ്ലേസ്മെന്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ, ഇൻസുലിൻ റീപ്ലേസ്മെന്റ് അത് എപ്പോഴാണ്? നമ്മുടെ സാധാരണഗതിയിൽ, അതായത് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്, മാനേജ്മെന്റിന്റെ സമയത്താണ് ചെയ്യുന്നത്. അടുത്ത് നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് ചോദ്യത്തിൽ തന്നെയുണ്ട്, അവിടെ തന്നെ ഉത്തരവുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് സി എന്ന് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നുള്ളതാണ് ഹെഡ്ജിങ് വേർഡ്. അത് നമ്മൾ ടൈപ്സിൽ കണ്ട ടൈപ്പ് 1, ടൈപ്പ് 2, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രീ ഡയബറ്റീസ് എന്ന് ടെക്സ്റ്റ് എയിൽ കണ്ടതാണ്. അതുപോലെ തന്നെ ദ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ അസസ്മെന്റിലെ സിംറ്റംസ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു, അതാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പറയണ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തീർക്കാവുന്നുള്ളൂ. 5 സെക്കൻഡ് മതി ഒരു ചോദ്യത്തിന്. കാരണം നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ നമുക്കവിടെ മറുപടി നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇന്നതിലാ ഇന്നതുള്ളത് എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മെഡിക്കൽ നോളജ് വെച്ച് നമുക്ക് ഏകദേശം ഒരു ഊഹമുണ്ട് ഇന്ന ടെക്സ്റ്റിന്റെ കീഴിലായിരിക്കും ഇത് വരുന്നത്. അപ്പൊ നോക്കിയ ആൻസർ നോക്കിയ ആനുവൽ ഐ സ്ക്രീനിങ് ടെക്സ്റ്റ് ഡിയിലാണ്, മോണിറ്ററിംഗ് ആണ്. ദ കണ്ടീഷൻ ദാറ്റ് പ്രിസീഡ്സ് ഡയബറ്റീസ്, പ്രീ ഡയബറ്റീസ് ആണ്, അത് ടെക്സ്റ്റ് എയിലാണ്, ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ് എന്ന് പറയുന്നതിലാണ്. ദ അക്സെപ്റ്റബിൾ റീഡിങ്സ് ഫോർ എ പേഴ്സൺസ് HbA1c, അത് ഡിയിലാണ്, മോണിറ്ററിംഗ്. ഹൗ ഇൻസുലിൻ റീപ്ലേസ്മെന്റ് ഈസ് അഡ്മിനിസ്ട്രേഡ്, അത് സിയിലാണ്, മാനേജ്മെന്റ് കീഴിലാണ് വരുന്നത് ഇൻസുലിൻ റീപ്ലേസ്മെന്റ് ഒക്കെ. ദ ഹാബിറ്റ്സ് നീഡഡ് ഫോർ ഗുഡ് ഡയബറ്റീസ് മാനേജ്മെന്റ്, ഹാബിറ്റ്സ് എന്നുള്ളത് ലൈഫ് സ്റ്റൈൽ എന്നതിന്റെ ഒരു സിനോണിമസ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ അത് നമ്മൾ അവസാന ഭാഗത്തായിട്ട് ഈ ടെക്സ്റ്റിൽ അവസാനത്തെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അത് സി മാനേജ്മെന്റിലാണ്. അതായത് എങ്ങനെ മാനേജ് ചെയ്യണം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ സാധാരണ പറയാറുള്ള കാര്യങ്ങളാണ്.
ദ മോസ്റ്റ് കോമൺ സൈഡ് ഇഫക്ട് ഓഫ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. അത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നുള്ള ആ ടൈപ്പ് ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ് ആദ്യത്തെ ടെക്സ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു. ദി ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് എ പേഴ്സൺ മൈറ്റ് ബി എ ഡയബറ്റിക്. ക്ലിനിക്കൽ അസസ്മെന്റിൽ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് അസസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ അസസ് ചെയ്യുമ്പോൾ അതാണല്ലോ ക്ലിനിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. സിംറ്റംസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, അസസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ക്ലിനിക്കൽ അസസ്മെന്റ് കീഴിൽ വരുന്നു. ഇനിയിപ്പം നമ്മൾ പോകുന്നത് രണ്ടാമത്തെ സെഗ്മെന്റ് ആണ്. 8 തൊട്ട് 14 വരെയുള്ള ചോദ്യങ്ങളാണ്. അതിനകത്തുള്ള ഹെഡ്ജിങ് വേർഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് കഴിഞ്ഞ് ടെക്സ്റ്റുമായിട്ട് മാച്ച് ചെയ്യണം. ഏത് ടെക്സ്റ്റിലാണ് അത് വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം 8ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രിവലൻസ് ഓഫ് ഡയബറ്റീസ് ഹു ഹാവ് ടൈപ്പ് 1? ടൈപ്പ് 1 പ്രിവലൻസ് എത്രയാണ്? അപ്പൊ അവിടെ നമുക്കറിയാം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അവരെന്താ പ്രതീക്ഷിക്കുന്നത്. ഒരു നമ്പറാണ് അല്ലെ പ്രിവലൻസ്. വാട്ട് ഈസ് ദ പ്രിവലൻസ്, എത്ര ഉണ്ട് എന്നുള്ളത് ചോദിക്കുന്നത്. അപ്പോൾ ഒരു നമ്പറാണ് അവിടെ ഉത്തരമായിട്ട് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വിച്ച് ഓർഗൻ ഈസ് നോട്ട് വർക്കിംഗ് കറക്റ്റ്ലി ലീഡിങ് ടു ഡയബറ്റീസ്. ഞാൻ പറഞ്ഞ ഒരു ഓർഗൻ പേരുണ്ടെങ്കിൽ അത് സ്കിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഏതോ ഒരു ഓർഗനെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ഓർഗന് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഏതാണെന്ന് നമ്മുടെ സാധാരണ അറിവ് നമുക്കറിയാം. എന്നാലും നമ്മൾ ടെക്സ്റ്റ് നോക്കിയായിരിക്കും ഉത്തരം കൊടുക്കുക. 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മോസ്റ്റ് യൂഷ്വൽ ട്രീറ്റ്മെന്റ് അപ്രോച്ച് ഫോർ പീപ്പിൾ വിത്ത് ടൈപ്പ് 2 ഡയബറ്റീസ്? അതായത് മോസ്റ്റ് യൂഷ്വൽ ട്രീറ്റ്മെന്റ് അപ്രോച്ച് ഏതാണ് അല്ലെ? വളരെ കോമൺ ആയിട്ട് നമുക്കറിയാം. ആദ്യം ആരും ഇൻസുലിൻ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോവുകയില്ല. ആദ്യം എന്താണെന്നുള്ളത് സിമ്പിൾ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഏതാണെന്ന് നമുക്കറിയാം. അത് സാധാരണ രീതിയിൽ ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ഓറൽ മെഡിക്കേഷൻ ആണ് നമുക്കറിയാം. എന്നാലും നമ്മൾ ടെക്സ്റ്റ് നോക്കി കണ്ടുപിടിക്കുന്നത്. ഹൗ ഓഫൻ ഈസ് ഇറ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഹ്യൂമൻ വിത്ത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ടു ടെസ്റ്റ് ഹർ CBGT if she is taking oral medication? ടൈം ആണ് ചോദിക്കുന്നത്. ഹൗ ഓഫൻ, എത്ര നാളിലൊരിക്കൽ ടെസ്റ്റ് ചെയ്യണം, CBGT ടെസ്റ്റ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ടൈമാണ്, ടൈം എക്സ്പ്രഷൻ ആണോ ചോദിക്കുന്നത്. ഹൗ ആർ ദ മോസ്റ്റ് കോമൺ ഇഫക്ട്സ് ഓഫ് ഹാവിംഗ് ഡയബറ്റീസ് മോണിറ്റേർഡ്? മോണിറ്ററിംഗ് ടെസ്റ്റിലാണ് അത് വരുന്നത്. ഹൗ ആർ ദ മോസ്റ്റ് കോമൺ ഇഫക്ട്സ്? കോമൺ ഇഫക്ട്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആ മോണിറ്ററിംഗ് ടെസ്റ്റിന്റെ കീഴിൽ വരും. ഇഫ് എ പേഴ്സൺ ക്യാൻ നോട്ട് കീപ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ സ്റ്റേബിൾ, വാട്ട് ഡിവൈസ് മൈറ്റ് ദേ യൂസ് ടു അഡ്മിനിസ്റ്റർ ദ ഇൻസുലിൻ? ഇവിടെ ഒരു പേരാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഡിവൈസിന്റെ പേര്. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ സ്കിം ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് പേരുകൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. അത് ഉത്തരങ്ങളായിരിക്കാമെന്ന്. 14ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ മാനേജിങ് ഡയറ്റ് ആൻഡ് ടേക്കിംഗ് അപ്പ് ആൻ എക്സസൈസ് റെജീം? ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് നമുക്കറിയാം എവിടെയാണ് അത് വരുന്നതെന്ന് ആദ്യത്തെ ടെക്സ്റ്റിൽ നമ്മൾ കണ്ടാവുന്നു. അപ്പൊ അവിടെ നമ്മളത് പോയിട്ട് പെട്ടെന്ന് ഏത് ടൈപ്പാണ്, ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അതിലൂടെ നമുക്ക് അതിന്റെ ഉത്തരം എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം എല്ലാവരുടെ മുഖത്തൊരു സ്മൈൽ ഉണ്ടായിരിക്കണം. പുഞ്ചിരി, സ്മൈലാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇത്ര രസകരമായിട്ട് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രാഹ്യം തരാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നിങ്ങൾ തന്നെയാണ് ഇതേ മെറ്റീരിയൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അത് നമ്മൾ ഇതിന്റെ കൂടെ പോസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും വീഡിയോ കാണണം. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എവിടെയാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീഡിയോ കണ്ട് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യണം. ഇനി 3ാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് 15 തൊട്ട് 20 വരെയുള്ള ചോദ്യങ്ങളാണ്. അവിടെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. അപ്പം 15ാമത്തെ ചോദ്യം, ആൻ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് വിത്ത് എ റിസൾട്ട് ഓഫ് ഡാഷ് ഓർ ഹയർ കൺഫേംസ് ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റീസ്. അപ്പം നമുക്കറിയാം റിസൾട്ട് ഓഫ്, ഇത് ഒരു നമ്പറാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. ആ നമ്പർ മാത്രം നോക്കിയാൽ മതി. ആ ടെക്സ്റ്റില് നമ്പർ എവിടെയാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. 16ാമത്തെ ചോദ്യം, എ പേഴ്സൺ വിത്ത് ഡയബറ്റീസ് ഓട്ട് ടു സീ എ ഡോക്ടർ ഇഫ് ദേ ഹാവ് എ കട്ട് ടു എ എന്ന് പറഞ്ഞ ഒരു ഓർഗൻ, എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ, മുറിവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു മനുഷ്യന്റെ ഒരു ഓർഗൻ, ഏതെങ്കിലും കയ്യോ കാലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഓർഗൻ ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് പ്രതീക്ഷിക്കുക. അപ്പൊ ആ ഒരു ഓർഗന്റെ പേരാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി 17ാമത്തെ ഡയബറ്റിക് ഐ സ്ക്രീനിങ് ഇസ് എ ഹാഫ് അവർ ലോങ് ഐ ഡാഷ് ദാറ്റ് ക്യാൻ പിക്ക് അപ്പ് എനി ഏർലി സൈൻസ് ഓഫ് ഡാമേജ് ടു ഡാഷ് ഇൻ ദ ഐ. അപ്പൊ മോണിറ്ററിംഗിലാണ് ഇത് വരുന്നത്. ഹാഫ് ആൻ അവർ ലോങ് ഐ എക്സാമിനേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഡാമേജ്, കണ്ണിലെ എന്തിനാണ് ഡാമേജ് വരിക എന്നുള്ളത് മോണിറ്ററിംഗ് എന്ന ടെക്സ്റ്റിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. റുട്ടീൻ ഡയബറ്റീസ് ചെക്കപ്പ് ഇൻവോൾവ്സ് പൾസ് ആൻഡ് ബ്ലഡ് പ്രഷർ ചെക്സ്, യൂറിൻ അനാലിസിസ് ആൻഡ് എ ഡാഷ് ടെസ്റ്റ്. ഒരു ടെസ്റ്റിന്റെ പേരാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ടെസ്റ്റിന്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് ആ പേര് സ്കിം ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ആ ടെസ്റ്റിന്റെ പേരെടുത്ത് ഇവിടെ കൃത്യമായിട്ട് എഴുതുക. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെസ്റ്റ് എഴുതുമ്പോൾ ഇവിടെ ടെസ്റ്റ് എന്നുള്ളതുകൊണ്ട് ബാക്കി മാത്രമേ ഇവിടെ എഴുതാം. അവിടെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ കാണിച്ചു തരുന്നതാണ്. 19ാമത്തെ ചോദ്യം, ടൈപ്പ് 1 ഡയബറ്റീസ് ഈസ് മോസ്റ്റ് പ്രിഡോമിനന്റ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് ഏജ്ഡ്. അവിടെ ഒരു പ്രായം, ഏജ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രായമാണ്, ഒരു നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ,
നമ്മൾ ആ സ്കിം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉത്തരങ്ങളായിട്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് സ്കിം ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത്, അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. 20ാമത്തെ ചോദ്യം, ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസ് ചെക്ക് ദർ CBGT ബിഫോർ ഡാഷ് ആൻഡ് അഡ്മിനിസ്റ്റർ ആൻ എമൗണ്ട് ഓഫ് ഡാഷ് ബേസ്ഡ് ഓൺ ദ CBGT. അതായത് ബിഫോർ മീൽസോ, അതായത് സീക്വൻഷ്യൽ എക്സ്പ്രഷൻസ് ചെയ്യാൻ പറഞ്ഞു. ബിഫോർ, ആഫ്റ്റർ എന്നുള്ളതൊക്കെ വരുമ്പോൾ അവിടെ ഒരു ആൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോസേജ് അഡ്മിനിസ്റ്റർ ആൻ എമൗണ്ട് ഓഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ CBGT ഡാഷ്. അവിടെ കൃത്യ ആ CBGT എന്നുള്ള ആ അബ്രിവേഷൻ പോയി ടെക്സ്റ്റിൽ കണ്ടുപിടിച്ചിട്ട് അവിടെ വരുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ വാക്കുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. സ്റ്റെപ്പ് 4, ലൊക്കേറ്റ് ദി ആൻസർ ഇൻ ദ ടെക്സ്റ്റ്. നമ്മൾ ഓൾറെഡി ഹെഡിങ് വേർഡ് ഒക്കെ കണ്ടുപിടിച്ച് ഇന്ന ടെക്സ്റ്റിലാണെന്ന് ഏകദേശം നമുക്ക് അറിയാപ്പം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ തന്നെ എഴുതി വെക്കുക ടെക്സ്റ്റിൽ ഏതിലാന്ന്. നിങ്ങൾ ഊഹിച്ചെഴുതിയാൽ മതി. തെറ്റിയാലും നമുക്ക് പിന്നീട് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാലും നമ്മുടെ ഊഹ എത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് മനസ്സിലാവും. ഗ്രാജുവൽ ആയിട്ട് നിങ്ങളുടെ കോമ്പിറ്റൻസി ഇംപ്രൂവ് ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെപ്പ് 4, ലൊക്കേറ്റ് ദി ആൻസർ ഇൻ ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ പോയി ആൻസർ ലൊക്കേറ്റ് ചെയ്യണം. നമ്മൾ പിന്നീട് നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ അല്പം ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അത് ലൊക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പൊ ടെസ്റ്റ് ഡയബറ്റീസിൽ ഡെഫിനേഷൻ ആൻഡ് ടൈപ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അതിനൊരു ഹെഡിങ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഡയബറ്റീസ് എന്നുള്ള കോമൺ ആയിട്ടുള്ള ഒരു തീമാണ് നമുക്കറിയാലോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടോ, ടൈപ്പ് 1 എന്ന് പറയുന്നിടത്ത് പേരുണ്ട്, പാൻക്രിയാസ് ഒരു ഓർഗന്റെ പേരുണ്ട്, അത് 9ാമത്തെ ചോദ്യത്തിന് ഉത്തരവാ. അതുപോലെ തന്നെ നമ്പർ വന്നു, ഏജ് അണ്ടർ 30 എന്ന് വന്നത് 19ാമത്തെ ചോദ്യത്തിന്. ലെസ് ദാൻ 10%. നമ്മൾ പറഞ്ഞായിരുന്നു പെർസെന്റ് ഉണ്ടെങ്കിൽ അത് ഉത്തരമാകാം. അപ്പോൾ 8ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവാ. നോക്കിയേ, പേരോ നമ്പറോ പെർസെന്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു ഉത്തരവുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് 2ന്റെ കീഴിൽ ക്യാൻ ബി പ്രിവെന്റഡ് ആൻഡ് ഓൾസോ ദി ഇഫക്ട്സ് ഓഫ് ഇറ്റ് റെഡ്യൂസ്ഡ് ഇഫ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആർ മെയ്ഡ്. 14ാമത്തെ ചോദ്യത്തിന് ഉത്തരവ് അവിടെയുണ്ട്. ഇനി ജസ്റ്റേഷണൽ ഡയബറ്റീസ് നമ്മൾ കണ്ട്. 6ാമത്തെ ചോദ്യം, മോസ്റ്റ് കോമൺ സൈഡ് ഇഫക്ട്. മോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സ്കെയിൽ എക്സ്പ്രഷൻ ആണ്. മോസ്റ്റ്, മോർ, അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സൂപ്പർലിവേറ്റീവ് അങ്ങനെയുള്ളത് വരുന്നിടത്തും ഒരു ചോദ്യത്തിന് ഉത്തരത്തിനുള്ള സാധ്യതയുണ്ട്. അതായത് സ്കെയിൽ എക്സ്പ്രഷൻസ് ഉള്ളിടത്ത് അത് പിന്നീട് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതാണ്. പിന്നെ പ്രീ ഡയബറ്റീസ് എന്നുള്ള കാര്യം വന്ന് അവിടെയും 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനിയിപ്പോ ടെക്സ്റ്റ് ബിയിലാണ്. ക്ലിനിക്കൽ അസസ്മെന്റിൽ നമ്മൾ ആദ്യം പറഞ്ഞ സിംറ്റംസ്. ഇതിലെ സിംറ്റംസ് ഒന്നും തന്നെ നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചായിട്ട് നമ്മൾ കണ്ടില്ല. പക്ഷെ ഏതെങ്കിലും സിംറ്റംസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പെട്ടെന്ന് ഇവിടെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. ഇതിലൊരു സിംറ്റം ആയിരിക്കും അവർ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പേര് ഹൈലൈറ്റ് ചെയ്യണമെന്ന്. കണ്ടോ, അബ്രിവേഷനും പേരുള്ളിടത്ത് CBGT 18ാമത്തെ ചോദ്യം. അവിടെ അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു ട്രിക്കാണ് കേട്ടോ. നമ്മൾ വളരെ എളുപ്പമാണെന്ന് ഓർക്കും, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ തെറ്റിക്കും. അതായത് നമ്മൾ ആൻസർ ഷീറ്റിൽ കൊണ്ട് കാപ്പിലറി ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് എഴുതി വെക്കും CBGT. പക്ഷെ അല്ല, ടെസ്റ്റ് ഓൾറെഡി നിങ്ങളുടെ ചോദ്യത്തില് ഡാഷ് ഗ്യാപ്പ് കൊടുക്കുന്നതിന്റെ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആൻസറിൽ കാപ്പിലറി ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് മാത്രമേ എഴുതാവൂ. കാപ്പിലറി ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് എഴുതി വെച്ചാൽ ടെസ്റ്റ് ഡബിളിംഗ് ആയില്ലേ? അപ്പൊ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വായിക്കുമ്പോൾ ആ സെന്റൻസ് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ടെസ്റ്റ് അവിടെ എഴുതി കഴിഞ്ഞാൽ ക്യാപിറ്റലിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് ഡബിളിംഗ് 2 പ്രാവശ്യം ടെസ്റ്റ് വരും. അതുകൊണ്ട് അത് തെറ്റായിട്ട് പരിഗണിക്കപ്പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ വളരെ എളുപ്പമാണെന്ന് ഓർക്കും, പക്ഷെ എഴുതുമ്പോൾ പെട്ടെന്നുള്ള ആ ടെൻഷനും തിരക്കിനും തെറ്റിച്ചു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും പലർക്കും വളരെ എളുപ്പമാകുന്ന എക്സാം എന്ന് പറഞ്ഞാൽ സ്കോർ കുറഞ്ഞു പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം പ്രാക്ടീസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ച് പറയുന്നിടത്ത് 15ാമത്തെ ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഡോസേജുകൾ കൊടുത്തിട്ടുള്ളിടത്ത് ഒരു ആൻസർ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഡോസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതേ ഡോസേജ് ആണ് ആദ്യത്തെ ഇവിടുത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്നത് 11.1. അതായത് ആദ്യത്തെ ലൈനിലും ഇതേ ഡോസേജ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന അതേ സ്റ്റോറേജ് 11.1 ഓർ ഹയർ. അപ്പൊ അവിടെ നോക്കി റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് വിത്ത് റിസൾട്ട് ഓഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് വിത്ത് റിസൾട്ട് ആണ്. അപ്പൊ അതും ഒരു ട്രിക്കാണ്. 2 ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് 2ന്റെ ഡോസേജ് സെയിം ആണ്. അപ്പൊ ആ നമ്പർ ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ടെസ്റ്റിനെ കുറിച്ച് ചോദിച്ചതെന്ന് നോക്കി. ഇവിടെ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റിനെ കുറിച്ചല്ല 15ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിനെ കുറിച്ചാണ്. അതുകൊണ്ട് അവിടെ പെട്ടെന്ന് ആ നമ്പറിൽ ഒന്ന് ആൻസർ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ നമ്പർ വന്ന് ലൊക്കേറ്റ് ചെയ്യുകയും ആൻസർ എഴുതുകയും ചെയ്യുക. ഇപ്പം ടെക്സ്റ്റ് സിയിലാണ്. മാനേജിങ് ഡയബറ്റീസ്, മാനേജ്മെന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് ഹെഡിങ് കൊടുത്തത്. അവിടെ ആദ്യം തന്നെ മോസ്റ്റ് യൂഷ്വൽ ഇതിന്റെ മെഡിക്കേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടു ഇവിടെ ഓഫൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓഫൻ മാനേജ് വിത്ത് ഓറൽ മെഡിക്കേഷൻ, അതായത് ഒരു ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ. അതിനെ കുറിച്ച് ആ ഒരു എക്സ്പ്രഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 4ാമത്തെ ചോദ്യത്തിന് ഇൻസുലിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബിഫോർ, ഞാൻ പറഞ്ഞില്ലേ ബിഫോർ എന്ന് പറയുന്ന ഒരു ടൈം എക്സ്പ്രഷൻ ആണ്, സീക്വൻഷ്യൽ എക്സ്പ്രഷൻ ആണ്. സീക്വൻഷ്യൽ എക്സ്പ്രഷൻ ടൈം എക്സ്പ്രഷൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരാം. കാരണം ഇതൊരു സീക്വൻഷ്യൽ എക്സ്പ്രഷൻ ആണ്, ബിഫോർ ആഫ്റ്റർ എന്നുള്ളത്. പക്ഷെ ഒരു ടൈമും സൂചിപ്പിക്കുന്ന സമയത്താണ് കഴിക്കേണ്ടതെന്ന്. ബിഫോർ മീൽസ്, അതൊരു ഉത്തരവാദിത്തം. CBGT ബിഫോർ മീൽസ്
ആൻഡ് ദി എമൗണ്ട് ഓഫ് ഇൻസുലിൻ എന്നുള്ളതാണ് അടുത്ത ഗ്യാപ്പിലുള്ള ആൻസർ. ദേ ഗീവ് ദംസെൽസ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിസൾട്ടിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇതാണ് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. അതുപോലെ തന്നെ CBGT ഡെയിലി ഓർ ലെസ് ഫ്രീക്വന്റ്ലി, ഡെയിലി ടൈം എക്സ്പ്രഷൻ ആണ് നമുക്കറിയാം, ലെസ് ഫ്രീക്വൻസി എക്സ്പ്രഷൻ ആണ്. അപ്പം ഈ ടൈം എക്സ്പ്രഷൻസ് ഉള്ളിടത്ത് ആൻസർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ തന്നെ 24 hours അവിടെ ഒരു ടൈം എക്സ്പ്രഷൻ ആണുള്ളത്. ആൻ ഇൻസുലിൻ പമ്പ് 13ാമത്തെ ചോദ്യം. അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് 5ാമത്തെ ചോദ്യവും ഉത്തരമായിട്ടുണ്ട്. അപ്പൊ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് അവർ പറയുമ്പോൾ നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗത്ത് മാത്രം ആദ്യമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പോവുക. ശരിക്കൂ 2 ഇമോജിയൊക്കെ അയച്ച് സന്തോഷത്തിന്റെ ഇതൊക്കെ വരട്ടെ. ഒരു ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് പ്രസ് ചെയ്തേ. മറ്റുള്ളവർക്ക് നമുക്ക് മാക്സിമം ആൾക്കാർക്ക് സഹായകമാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായമാകട്ടെ. നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് ഒത്തിരി ആളിലേക്ക് റീച്ച് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സ്മൈൽ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത് നമുക്കറിയാം ടെക്സ്റ്റ് ഡി ആണ്. ഡിക്കകത്ത് റെഗുലർ ചെക്സ് ഓഫ് ആനുവൽ ഡയബറ്റിക് ഐ സ്ക്രീനിങ് എന്നൊക്കെ വരുന്നുണ്ട്. ആനുവൽ എന്നുള്ള ടൈം എക്സ്പ്രഷൻ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഡയബറ്റിക് ബ്ലഡ് വെസൽസ് ഇൻ ദ ഐ, അതായത് കണ്ണിന്റെ വെസൽസ്, പേരിന് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്ന പേരാണ്. അപ്പം റെഗുലർ ചെക്ക് എന്നുള്ളത് 12ാമത്തെ ചോദ്യത്തിന് ഉത്തരം അവിടെയുണ്ട്. ആനുവൽ ഡയബറ്റിക് ഐ സ്ക്രീനിങ്, അപ്പോൾ ഒരു ടെസ്റ്റിനെ കുറിച്ച് പറയുന്നു. ടെസ്റ്റിന്റെ പേരാണ് അവിടെ പറയുന്നത്. അതൊരു ആൻസർ ആണ്. ആനുവൽ എന്നുള്ളത് നമുക്കറിയാം ടൈം ക്രോണോളജിക്കൽ എക്സ്പ്രഷൻ ആണ്, അല്ലെങ്കിൽ ടൈം എക്സ്പ്രഷൻ ആണ്. അപ്പൊ അവിടെ ഒരു ആൻസർ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 30 minute ഐ എക്സാമിനേഷൻ, അപ്പൊ അവിടെ നമ്പർ ഉണ്ട് 30 minute. അപ്പൊ ആ ടൈം എക്സ്പ്രഷൻ ഉള്ളപ്പം നമ്പർ ഉള്ളപ്പോൾ അതിന് അടുത്തൊരു എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഗ്യാപ്പിലെ ആൻസർ ആണ്. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്, ഓർഗന്റെ പേരാണ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ആൻസർ ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ HbA1c എന്നുള്ളത് നമ്മുടെ ടെസ്റ്റിന്റെ പേരാണ്. അവിടെ ഒരു ആൻസർ ഉണ്ട് പെർസെന്റേജ് ഉള്ളിടത്ത്. 3ാമത്തെ ചോദ്യത്തിന് ആൻസർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു എൻകറേജ് അപ്പോയിന്റ്മെന്റ്സ് വിത്ത് ഡോക്ടർ ഇഫ് ഡേ, എപ്പോഴാണ് ഡോക്ടറെ കാണാൻ പറയേണ്ടത്. അപ്പോൾ കട്ട് ഹാവ് എ കട്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് നമ്മൾ പറഞ്ഞ ഒരു ഓർഗനാണ് ആൻസർ ആയിട്ട് വരിക, ലോവർ ലിംബാണ്. അപ്പൊ നമ്മൾ ആ സ്കിം ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഉത്തരമായിട്ട് വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാം ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്ത് പോയാൽ മതിയാകും നമുക്ക്. എത്ര രസമുണ്ടല്ലേ OET പഠിക്കാനായിട്ട്? എന്ത് രസമാണ്, എന്ത് സിമ്പിളാണ്. ഗെറ്റ് ഇറ്റ് ഡൺ. യെസ്, നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം. 5ാമത്തെ സ്റ്റെപ്പ് 5, റൈറ്റ് യുവർ ആൻസർ ഇൻ ദ ബുക്ക്ലെറ്റ്. നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റിൽ നിങ്ങളുടെ ആൻസർ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഇനി വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ആൻസർ ബുക്ക്ലെറ്റിൽ ഈ ആൻസറുകൾ എഴുതണം. ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള നമുക്കറിയാം. നമ്മൾ ടെക്സ്റ്റ് ഏതാണ്, ബി ആണോ, എ ആണോ, ബി ആണോ, സി ആണോ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. 8 തൊട്ട് 14 വരെയുള്ളതിന് നമുക്കറിയാം. നമ്മുടെ ആൻസർ ഇങ്ങനെ നമ്മൾ എഴുതണം. ടൈപ്പ് യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 10%. വാട്ട് ഈസ് ദ പ്രിവലൻസ് ഓഫ് ഡയബറ്റീസ് ഹു ഹാവ് ടൈപ്പ് 1? അപ്പൊ ലെസ് ദാൻ 10% കൃത്യമായിട്ട് എഴുതണം. 10% എന്ന് എഴുതിയാൽ പോരാ, കാരണം 10% അല്ല, അതിലും കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സ്ട്രെസ് കുറവാണെന്നുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ലെസ് ദാൻ 10% എന്ന് എഴുതണം. അതുപോലെ തന്നെ വിച്ച് ഓർഗൻ ഈസ് നോട്ട് വർക്കിംഗ് കറക്ട്ലി ലീഡിംഗ് ടു ഡയബറ്റീസ്? ദ പാൻക്രിയാസ് എന്നുള്ള ആ ഓർഗന്റെ പേര് എഴുതുക. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ മോസ്റ്റ് യൂഷ്വൽ ട്രീറ്റ്മെന്റ് അപ്രോച്ച് ഫോർ പീപ്പിൾ വിത്ത് ടൈപ്പ് 2 ഡയബറ്റീസ്? ഏറ്റവും യൂഷ്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അപ്രോച്ച് എന്താണ്? ഓറൽ മെഡിക്കേഷൻ ആണ് നമുക്കറിയാം. How often is it appropriate for a woman with gestational diabetes to test as CBGT if she is taking oral medication? അപ്പോൾ how often? ഡെയിലി ഓർ ലെസ് ഫ്രീക്വന്റ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡെയിലി ഓർ ഓഫനോ എന്തെങ്കിലും സിനോണിമസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഓൾറെഡി നമ്മൾ അത് ലൊക്കേറ്റ് ചെയ്താണ്. ആ ആൻസർ കൃത്യമായിട്ട് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യുന്നത്, ഒരു മാറ്റവും വരുത്തരുത്. അവിടെയുള്ളത് അതുപോലെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ്, ഹൗ ആർ ദ മോസ്റ്റ് കോമൺ ഇഫക്ട്സ് ഓഫ് ഹാവിംഗ് ഡയബറ്റീസ് മോണിറ്റേർഡ്? അവിടെ ഇഫക്ട്സ് എന്നുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഹൗ ആർ ദ മോണിറ്റേർഡ്? ത്രൂ റെഗുലർ ചെക്സ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റെഗുലർ ചെക്സ് എന്നുള്ളത് കോപ്പി ആൻഡ് പേസ്റ്റ് കൃത്യമായിട്ട് അതുപോലെ ഇവിടെ എഴുതുക. അതുപോലെ തന്നെ ഇഫ് എ പേഴ്സൺ കനോട്ട് കീപ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ സ്റ്റേബിൾ, വാട്ട് ഡിവൈസ് മൈറ്റ് ദേ യൂസ് ടു അഡ്മിനിസ്റ്റർ ദ ഇൻസുലിൻ? ഏത് ഡിവൈസിന്റെ ഒരു പേരാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഡിവൈസിന്റെ പേര് കൊടുത്തിട്ടുള്ളൂ. അത് ഇൻസുലിൻ പമ്പാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവന്ന് എഴുതുക. Which type of diabetes can be prevented by making changes to diet and taking up an exercise regime? ഡയറ്റ് ചേഞ്ച് ചെയ്യുന്നതും എക്സസൈസ് വഴിയും നമുക്ക് ഏത് ടൈപ്പിനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് അറിയാം ടൈപ്പ് 1 ഇൻസുലിൻ കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഏത് ടൈപ്പാണെന്ന് ചോദിക്കും. ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ? നിങ്ങളുടെ ഹെൽത്ത് നോളജ് വെച്ച് തന്നെ നിങ്ങൾക്ക് അറിയാം ടൈപ്പ് 1 അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന്. ടൈപ്പ് 2 ആണെന്ന് അറിയാം. എന്നാൽ തന്നെ അവിടെ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് ആൻസർ കൃത്യമായിട്ട് ടൈപ്പ് 2 എന്ന് എഴുതുക. വെറുതെ 2 എന്ന് എഴുതിയാൽ പല ടൈപ്പ് 2 എന്ന് തന്നെ വിച്ച് ടൈപ്പ് എന്ന് എഴുതി ടൈപ്പ് 2 എന്ന് എഴുതുക. ഇത് എവിടെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞാൽ നമ്മളപ്പം ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ മനസ്സിലാക്കണം.
കാര്യം നിങ്ങൾക്ക് ഈ ആൻസർ ഇവിടെ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അത് ഏതിലാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഡെഫിനിഷൻ ആൻഡ് ടൈപ്സിലാണ്. ദ പാൻക്രിയാസ് ഡെഫിനിഷൻ ടൈപ്സ് ആണ്. ഓറൽ മെഡിക്കേഷൻ ഉള്ളത് മാനേജ്മെന്റിലാണ്. ഡെയിലി ഓർ റെസ്റ്റ് ഫ്രീക്വന്റ്ലി എന്ന് പറയുന്നത് മാനേജ്മെന്റിലാണ്. റെഗുലർ ചെക്സ് എന്ന് മോണിറ്ററിംഗിലാണ്. ഇൻസുലിൻ പമ്പ് എന്നുള്ളത് മാനേജ്മെന്റിലാണ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് ആദ്യത്തെ ടെക്സ്റ്റിലാണ്. ടൈപ്പ് ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ്. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഹാർഡ് കോപ്പി കയ്യിലെടുത്ത് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അത് വളരെ എളുപ്പമാകും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും an oral glucose tolerance test with a result of 11.1 mmol per L or higher. അപ്പൊ ടെസ്റ്റ് വിത്ത് റിസൾട്ട് എന്താണെന്ന് പറയുന്നു. അപ്പൊ ക്ലിനിക്കൽ അസസ്മെന്റിലാണ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡയബറ്റീസ് ഓർ ടു സി എ ഡോക്ടർ ഇഫ് ദേ ഹാവ് എ കട്ട് ടു എ ഡാഷ്. ഒരു ഓർഗൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, ലോവർ ലിംബ്. അത് മോണിറ്ററിംഗ് ടെക്സ്റ്റ് ടിയിലാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഡയബറ്റിക് ഐ സ്ക്രീനിങ് ഈസ് ഹാഫ് അവർ ലോങ് ഐ എക്സാമിനേഷൻ ദാറ്റ് ക്യാൻ പിക്ക് അപ്പ് എനി ഏർലി സൈൻസ് ഓഫ് ഡാമേജ് ടു ബ്ലഡ് വെസൽസ് ഇൻ ദ ഐ. അത് മോണിറ്ററിംഗ് ടെക്സ്റ്റ് ഡിയിലാണ്. A routine diabetes check involves pulse and blood pressure checks, urine analysis and a capillary blood glucose test. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ആൻസർ ബുക്ക്ലെറ്റിൽ കാപ്പിലറി ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് മാത്രമേ എഴുതാവുള്ളൂ, ടെസ്റ്റ് എന്ന് എഴുതരുത്. അത് തെറ്റാകും. അടുത്ത 19ാമത്തെ ചോദ്യം, ടൈപ്പ് 1 ഡയബറ്റീസ് ഈസ് മോസ്റ്റ് ഡോമിനന്റ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് ഏജ്ഡ് അണ്ടർ 30. ഒരു ഏജ് ആണെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞു. ഏജ്ഡ് അണ്ടർ 30 എന്ന് തന്നെ നമ്മൾ എഴുതാം. ഡെഫിനിഷൻ ടൈപ്സിലാണ് അത് വരുന്നത്. അവസാനത്തെ ചോദ്യം, ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസ് ചെക്ക് ദെയർ CBGT ബിഫോർ മീൽ ആൻഡ് അഡ്മിനിസ്റ്റർ ആൻ എമൗണ്ട് ഓഫ് ഇൻസുലിൻ ബേസ്ഡ് ഓൺ ദ CBGT റിസൾട്ട്സ്. അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. രസമല്ലേ ഇത് പഠിക്കാൻ? എന്ത് രസമാണ് അല്ലെ? അതുകൊണ്ട് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് പ്രൂഫ് റീഡിംഗ് യുവർ ആൻസേഴ്സ്. 6ാമത്തെ സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങളുടെ ആൻസർ പ്രൂഫ് റീഡിംഗ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കും, പക്ഷേ അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്കോർ പോകും. കൃത്യമായിട്ട് പ്രൂഫ് റീഡ് ചെയ്യുക, തെറ്റുണ്ടോന്ന് ഒന്ന് വീണ്ടും വായിച്ച് നോക്കുക. അപ്പൊ ഇതാണ് ആൻസർ കീ. നിങ്ങളുടെ ആൻസർ ബുക്കിലെത്തി നിങ്ങൾ എഴുതിയത് നിങ്ങൾ കൃത്യമായിട്ട് ശരിയാണോ എന്ന് വീണ്ടും ഓരോന്നും വായിച്ച് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ശാന്തമായിട്ട് ക്ഷമയോടെ വായിച്ച് നോക്കണമെന്നുള്ളതാണ് പ്രൂഫ് റീഡിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം സ്റ്റെപ്സ് എന്തൊക്കെയാണ്. 1ാമത്തെ സ്റ്റെപ്പ് 4 ടെക്സ്റ്റ് ഹെഡിങ്സ് ഐഡന്റിഫൈ ചെയ്യുക. ABCD ടെക്സ്റ്റ് ഹെഡിങ്സ്. 2ാമത്തേത് സ്കിമ്മിങ് ദ ടെക്സ്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. 3ാമത്തേത് ഐഡന്റിഫൈയിങ് ദ ഹെഡിങ് വേർഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ ആൻഡ് മാച്ച് വിത്ത് ടെക്സ്റ്റ്. അതായത് ക്വസ്റ്റ്യൻ സ്റ്റെമ്മിലും ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിലുള്ള ഹെഡിങ് വേർഡ്സ്, കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഏത് ടെക്സ്റ്റിലാണെന്ന് കണ്ടുപിടിക്കുക. എവിടെയാണെന്ന് അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ടെക്സ്റ്റുമായിട്ടൊന്ന് മാച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ആ ടെക്സ്റ്റിൽ ലൊക്കേറ്റ് ദി ആൻസേഴ്സ് ഇൻ ദ ടെക്സ്റ്റ്. ആ പർട്ടിക്കുലർ ടെക്സ്റ്റിൽ നിങ്ങൾ ആൻസർ ലൊക്കേറ്റ് ചെയ്യുക. 5ാമത്തെ സ്റ്റെപ്പ് റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ ദ ആൻസർ ബുക്ക്ലെറ്റ്. 6ാമത്തെ സ്റ്റെപ്പ് പ്രൂഫ് റീഡിംഗ് യുവർ ആൻസേഴ്സ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളിപ്പം ഇപ്പോൾ തന്നെ നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. കൃത്യമായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതിയെടുത്ത് പഠിക്കണം. അത് കഴിഞ്ഞ് ഇതേ മെറ്റീരിയൽ നിങ്ങൾ വീണ്ടും ചെയ്ത് നോക്കണം. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൺസേൺസ് അവിടെ മെന്റേഴ്സ് അവറിലോ ടെലഗ്രാം ഗ്രൂപ്പിൽ അറിയിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ബാച്ച് ഗ്രൂപ്പിൽ അറിയിച്ച് കഴിയുമ്പോൾ അടുത്ത ലൈവ് സെഷനിൽ നിങ്ങളുടെ സംശയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പരിഹരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഗ്രേറ്റസ്റ്റ് എനിമി എന്ന് പറയുന്ന സമയമാണെന്ന് നമ്മൾ കണ്ടു. ഗ്രേറ്റസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന ടാർഗറ്റ് ഗ്രേഡ് B ആണെന്ന് നമ്മൾ കണ്ടു. ഒരിക്കലും ടാർഗറ്റ് ചെയ്യരുത് B. A ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ A+ ടാർഗറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പിറ്റൻസി എത്തുന്നതിന് മുമ്പ് എക്സാം ഡേറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ. ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ കോമ്പിറ്റന്റ് ആയി കഴിഞ്ഞ് മാത്രം എക്സാം ബുക്ക് ചെയ്യുക. ഗ്രേറ്റസ്റ്റ് വേർച്യൂ എന്ന് പറയുന്ന പേഷ്യൻസ് ആണ്. ഗ്രേറ്റസ്റ്റ് മാജിക് എന്ന് പറയുന്ന കൺസിസ്റ്റൻസി ഇൻ പ്രാക്ടീസ് ആണ്. നിരന്തരമായിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുക, വിട്ടുകളയാതെ ചെയ്യുക. ഗ്രേറ്റസ്റ്റ് മിത്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് പ്രാക്ടീസ്. ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് എനിക്ക് കോമ്പിറ്റൻസി ഉണ്ടാവും, ഒരിക്കലുമില്ല. ഗ്രേറ്റസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് പ്രാക്ടീസ് ആണ്. എത്ര ക്വാളിറ്റി ആയിട്ട്, എത്ര നല്ലതുപോലെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ചെയ്യാൻ സാധിക്കുന്നോ അതാണ് നിങ്ങളുടെ കോമ്പിറ്റൻസി ഇംപ്രൂവ് ചെയ്യുക. ടാർഗറ്റ് ഗ്രേഡ് A എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി പഠിക്കുക, ഇഷ്ടത്തോടു കൂടി പഠിക്കുക, സ്നേഹത്തോടെ OET കീഴടക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. OET മാത്രം വേണ്ടി പഠിക്കാതെ ജീവിതത്തിന് വേണ്ടി പഠിക്കുക. ഇതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് എവിടെ പോയാലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ഇത് ആവശ്യമാണ്. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ലേണിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ.